നമസ്കാരം. സിനിമയെ വെല്ലുന്ന യാഥാർത്ഥ്യം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ആ കേൾവിയെ അത്ര അതിശയകരമായി നേരിടേണ്ടി വരില്ല. കാരണം ജീവിതം സിനിമയ്ക്ക് മുകളിലാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചില കേസുകൾ, വെളിപ്പെടുത്തലുകൾ, ഏറ്റവും ഒടുവിൽ മുകേഷ് വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ സിനിമയെ വെല്ലുന്ന യാഥാർത്ഥ്യം എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഈ വീഡിയോയിൽ 4 സംഭവങ്ങളാണ്, പ്രധാനപ്പെട്ട 4 സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യത്തിലേക്ക് ആദ്യം കടക്കാം. ഒന്നാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം. ഇതാണ് ആ ചിത്രം. സന്ദേശം എന്ന സിനിമയിൽ മാമുക്കോയെ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു പാവപ്പെട്ട കഥാപാത്രം, മാളയുടെ കഥാപാത്രം ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം അണികളെ ചുറ്റും നിർത്തിക്കൊണ്ട്, നോക്കണം, അവൻ നിങ്ങളുടെ നേതാവിൻ്റെ ജീവൻ, നിങ്ങളുടെ ജീവൻ പണയം വെച്ചും സംരക്ഷിക്കണം, അവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇയാളുടെ അണികളെ ചുറ്റും നിർത്തിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന, ചുറ്റും ആളെ നിർത്തിയിട്ട് മുന്നോട്ട് പോകുന്നൊരു ദൃശ്യമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ മാതിരി ദൃശ്യം യഥാർത്ഥത്തിൽ ഉണ്ടാവുമോ എന്ന് നിങ്ങൾ സംശയിക്കും. എന്നാൽ യഥാർത്ഥത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ സിനിമയിൽ വന്നിട്ടുണ്ടാവുക. യഥാർത്ഥത്തിലുള്ളത് നമ്മളിപ്പോൾ വീണ്ടും കാണുകയാണ്. അത് നടൻ സുരേഷ് ഗോപി കാണിച്ച ചെയ്ത്താണ്. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ചുറ്റും വലിയ സുരക്ഷാ സേനയെ അണിനിരത്തിക്കൊണ്ട് നടുക്കെ കൂടി ഫോണൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നൊരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു കാഴ്ചയല്ല, മൂപ്പര് ഇപ്പോൾ മുഴുവൻ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അദ്ദേഹം നമ്മളിതിനു മുമ്പ് കണ്ട പല കാഴ്ചകളിലും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് സ്വീകരിച്ചത്. നമ്മൾ കണ്ടു, ഇപ്പോൾ സമരത്തിൻ്റെ പേരിൽ നേതാക്കന്മാർ, മുഖ്യമന്ത്രിമാരൊക്കെ സുരക്ഷാ സേനയെ വിന്യസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല കല്ലേറോ മുട്ടയേറോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും തീവ്രവാദ ഭീഷണി ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചാനലുകാർ ചോദ്യം ചോദിക്കുന്നത് പേടിച്ചിട്ട് ഇങ്ങനത്തെ പോലീസുകാരെ ചുറ്റും നിർത്തുന്ന നമ്മൾ കണ്ടിട്ടല്ലോ. സുരേഷ് ഗോപി ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചാനലുകാരുടെ ചോദ്യം വരുമോ എന്ന് പേടിച്ചിട്ട് മൂപ്പർ ഇങ്ങനെയാണ് നടക്കുന്നത്. ഈ നടത്തത്തിന് പിന്നിൽ മറ്റൊരു അധികാരത്തിൻ്റെ ഹുങ്ക് കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം ചോദ്യങ്ങൾ വരുന്നതിൻ്റെ തുടർച്ചയായി ക്ഷുഭിതനായിട്ടാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതൊന്നും ദഹിക്കുന്നേ ഇല്ല, എനിക്കങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നിലവിലെ കേരള സർക്കാരിൻ്റെ അന്വേഷണ സംഘത്തെ നിയോഗിച്ച നടപടിക്ക് ശേഷം അതീവ ക്ഷുഭിതനായാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിന് പിന്നിലുള്ള കഥകളൊക്കെ പല ആളുകളും പലതും പറയുന്നുണ്ട്. നമുക്കേതായാലും അറിയില്ല. പക്ഷേ ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഒരു ചോദ്യം ചോദിക്കാൻ ആഞ്ഞ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിക്കൊണ്ട് അദ്ദേഹം കടന്നുപോയി വാതിൽ കയറി നടന്നത്. എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി അനിലക്കരെ ഒരു പരാതി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞൊരു പരാതി പോലീസിൽ കൊടുത്തു. അതിനും ശേഷം ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് അതീവ ഗൗരവതരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിൻ്റെ അധികാര സ്വാധീനത്തിൻ്റെ എന്നൊരാൾ പരാതി കൊടുത്താൽ ഏറ്റവും ആദ്യം നടപടി ഉണ്ടാവുക കേന്ദ്രമന്ത്രിക്കെതിരായിട്ടുള്ള പരാതിയാണ്. ആദ്യം രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ. സുരേഷ് ഗോപി വലിയ കേന്ദ്രമന്ത്രിയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി പരാതി കൊടുത്തു എന്ന് മാത്രമല്ല, ഡൽഹിയിലാണ് നടപടികൾ. കേന്ദ്ര സർക്കാരിന് നേരിട്ടുള്ള പോലീസാണ് മാധ്യമപ്രവർത്തകർക്കെതിരായ സുരേഷ് ഗോപിയുടെ പരാതിയിലെ നടപടി സ്വീകരിക്കുക. ഇനി മാധ്യമപ്രവർത്തകരെ മൊഴിയെടുപ്പിക്കാൻ പറഞ്ഞ് ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനുള്ള കപ്പാസിറ്റി പോലുള്ള പോലീസിനെയാണ് അദ്ദേഹം ഏർപ്പാടാക്കിയത്. അത്രമാത്രം സുരേഷ് ഗോപി ഭയക്കുന്ന ചോദ്യങ്ങളാണ് വരാനുള്ളത്, ഇനിയും വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായി സംശയം തോന്നുക, കുറ്റം പറയാൻ കഴിയില്ല. സംശയം തോന്നുന്ന ആളുകളെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന ഗുരുതരമായ പരാതിയാണ് സുരേഷ് ഗോപി ഈ പോലീസുകാരുടെ അല്ലെങ്കിൽ സുരക്ഷാ സേനയുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാണ് ഒരു ചോദ്യം ചോദിക്കാൻ മാധ്യമപ്രവർത്തകർ ആഞ്ഞപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പരാതി. എന്തുമാത്രം അധികാരത്തിൻ്റെ ഹുങ്കാണ്. തനിനിറം കാണിക്കുന്ന, അധികാരത്തിലെത്തുമ്പോൾ ഒരാൾ തനിനിറം കാണിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. സുരേഷ് ഗോപിയുടെ പെരുമാറ്റം നമുക്ക് മുമ്പേ അറിയാം. ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിൻ്റെ തുടർച്ചയാണ് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് എന്നും നമുക്കും അറിയാം. പക്ഷേ ഇങ്ങനെ മനുഷ്യന് മുന്നിൽ നഗ്നനായി നിന്നുകൊണ്ട് ഞാനിതാ ഇങ്ങനെ നഗ്നനായ രാജാവാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന സാഹചര്യത്തിലേക്കാണ് അദ്ദേഹം പരാതിയുമായി ചെന്നത്. ഇപ്പോൾ കേന്ദ്ര സുരക്ഷാ സംവിധാനത്തിൻ്റെ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി വരികയാണ് എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള വാർത്തകൾ മനോരമയും മാതൃഭൂമി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രിക്കും സ്റ്റാഫുകൾക്കും നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നാണ് സുരേഷ് ഗോപിയുടെ ഓഫീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട ദൃശ്യമാണ്. അദ്ദേഹം കടന്നു വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, അദ്ദേഹം പിടിച്ചു തള്ളി മനോരമയുടെയും മീഡിയ വണ്ണിൻ്റെയും മാതൃഭൂമിയുടെയും മുതലുള്ള ചാനലുകാരെ ഒക്കെ പിടിച്ച് തള്ളി അങ്ങ് മാറ്റുന്നത്
നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തെയാണ് അദ്ദേഹം ഇപ്പം ഈ നിലയിൽ അഭിമുഖീകരിക്കാൻ മെനക്കെടുന്നത്. അതിൻ്റെ തുടർച്ചയായി അനിൽ അക്കരെ ഒരു പരാതി, തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ നേതാവും പരാതി നൽകിയതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് സുരേഷ് ഗോപിയുടെ ക്ഷോഭം എന്തിനാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അത് മുകേഷിൻ്റെ പേരിൽ ചാരി, ആ ചോദ്യത്തിൻ്റെ പേരിൽ ചാരി മാത്രമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഉണ്ടായ ഒരു MP, BJPക്ക് ഉണ്ടായ ഒരു MP, ആ MP കേന്ദ്രമന്ത്രിയായപ്പോൾ ഉണ്ടായ സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇങ്ങനെയാണെങ്കിൽ ഒന്നിലധികം MPമാരുണ്ടായാൽ എന്തായിരിക്കും ഇവന്മാരുടെ കയ്യിലിരിപ്പ് എന്ന ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ജനങ്ങളിൽ നിന്നും എന്തുമാത്രം അകന്നു നിൽക്കാൻ കഴിയുമോ അതിൻ്റെ എല്ലാം സാധ്യതകളെ ആരായുന്ന വഴിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇനി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റ് ചില തിരിച്ചറിവുകളാണ്. ഇത് കേസുമായി ബന്ധപ്പെട്ട, അമ്മയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാനന്തരം കേരളത്തിൽ നടക്കുന്ന സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. സുരേഷ് ഗോപി ആകുമ്പോൾ എല്ലാം വ്യത്യസ്തമായിരിക്കും. ഇനി വേണമെങ്കിൽ ആളുകളെ വിട്ട് ഈ മാധ്യമപ്രവർത്തകർ വീടുകളിൽ വരെ എത്തുമോ എന്നുള്ളതാണ് ചില ആളുകൾ ചോദിക്കുന്ന ഭീതിയോടെയുള്ള ചോദ്യം. അതുപോട്ടെ, അതിനപ്പുറത്ത് മറ്റ് ചില പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിൽ ഒന്ന് മുകേഷിൻ്റെ നടപടിയാണ്. മുകേഷിനെതിരെ കൊച്ചി മരട് പോലീസ് കേസ് എടുത്തിരിക്കുന്നു. ആ കേസ് ഗുരുതരമാണ്. ഒരുപക്ഷെ രഞ്ജിത്തിനോട് സ്വീകരിച്ച സമീപനം മുകേഷിനോടും സ്വീകരിക്കണം എന്ന ആവശ്യം ശക്തമായതിൻ്റെ തുടർച്ചയായി CPM അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുമോ, അദ്ദേഹത്തിന് സ്വയം രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. പ്രതിപക്ഷത്തു നിന്ന് കോൺഗ്രസും മറ്റു പാർട്ടികളും ഒന്നും അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാറില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളിതാ രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള എതിർമൂല്യ പ്രൊജക്ഷനിലേക്ക് പോകുമോ എന്നുള്ളതാണ്. വിൻസെൻ്റ് MLA ജയിലിൽ കടന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ബലാത്സംഗ സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ട്. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം നമുക്കറിയാം. എൽദോസ് കുന്നപ്പള്ളി ഒളിവിലായിരുന്നിട്ടും പിന്നീട് മുൻകൂർ ജാമ്യം എടുത്തിട്ടും കേസിനെ അഭിമുഖീകരിച്ചിട്ടും കോൺഗ്രസ് നടപടിയൊന്നും എടുത്തിട്ടില്ല. പക്ഷേ അതിനപ്പുറത്താണ് ഇടതുപക്ഷ മൂല്യം എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുകേഷിനെതിരെ ഇങ്ങനെ ഒരു പരാതിയുള്ള സ്ഥിതിക്ക് രാജിവെക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. CPI പ്രകാശ് ബാബു പരസ്യമായി അത് ഉന്നയിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ രാജിക്കായുള്ള ആവശ്യമാണ് ഉയർത്തുന്നത്. അതാണ് ഇടതുപക്ഷത്തിന് അഭികാമ്യം എന്നുള്ള ചിന്തയാണ് പങ്കുവെക്കുന്നത് മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ്, അതുപോലെ തന്നെ ദീപ നിശാന്തിനെ പോലുള്ള എഴുത്തുകാരികൾ, ഒപ്പം തന്നെ ഡോക്ടർ പ്രേംകുമാറിനെ പോലുള്ള ഇടതു നിരീക്ഷകരൊക്കെ ഇത്തരത്തിലുള്ള ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ കാര്യത്തിൽ പാർട്ടിയുടെ ചിന്ത രൂപപ്പെടുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ CPM ഔദ്യോഗികമായി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വാർത്തകൾ. ഏറ്റവും ഒടുവിൽ കേസ് വന്ന സാഹചര്യത്തിൽ ഈ മുകേഷിൻ്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി കൂടി അനിവാര്യമായിരിക്കുന്നു. ഇത്തരത്തിലുള്ള പെരുമാറ്റത്തെക്കുറിച്ച് നേരത്തെയും ദീപ നിശാന്തൊക്കെ ഉയർത്തുന്ന കാര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയോട് നടത്തിയ ക്രൂരമായ കയ്യേറ്റങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് പഴയ ഇന്ത്യ വിഷൻ ചാനലിലെ വീണ ജോർജിൻ്റെ അഭിമുഖം എടുത്തുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ പലരും നിരത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായി എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ്. ഇന്നത്തെ മനോരമയൊക്കെ പറയുന്നത് പോലെയാണെങ്കിൽ CPM അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടുമായി പരസ്യമായി രംഗത്ത് വരില്ല. അദ്ദേഹത്തിൻ്റെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിശദീകരണ പോസ്റ്റിൽ പോലും ഒരു പ്രത്യേക സമുദായത്തെ മുൻനിർത്തിക്കൊണ്ട് തനിക്കെതിരായ അറ്റാക്കിന് വേണ്ടി ചിലർ ശ്രമിച്ചു എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് CPMനെയും കുരുക്കിലാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാജി സംഭവിക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കപ്പെടുന്ന ഒരു കാര്യം. അതേസമയം തന്നെയാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഈ വിഷയത്തിൽ കോൺഗ്രസും ചില സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരായി ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പൊതു സ്വീകാര്യത ഉണ്ടാക്കുന്ന സമീപനങ്ങൾ പൊതുവെ കൈക്കൊണ്ടിട്ടുണ്ട് എല്ലാവരും. മുകേഷിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നത്. മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്ന, അവരുടെ ഇമേജിൻ്റെ കാര്യത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും. അതുകൊണ്ട് CPM ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കാനുള്ളത്. CPI തങ്ങളുടെ നിലപാട് പരസ്യപ്പെടുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അത് ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മൂന്നാമത്തെ സംഭവമാണ് സിദ്ദിഖിനെതിരായ ആരോപണം. രഞ്ജിത്തിനെതിരെ വീണ്ടും ആരോപണങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം തന്നെ പീഡിപ്പിച്ചു, തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പുതിയൊരു ഗുരുതരമായ ആരോപണം ഒരു യുവാവ് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ സിദ്ദിഖിനെതിരായ ആരോപണമാണ് ഈ സിനിമാ മേഖലയിലുണ്ടായ വെളിപ്പെടുത്തലുകൾ ഏറ്റവും ഗുരുതരമായ ഒന്ന്. അദ്ദേഹം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താമസിച്ച തെളിവുകൾ ഉൾപ്പെടെ രേഖകൾ ഹാജരാക്കപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സാഹചര്യത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ പരിശോധന നടത്തും. അതിൻ്റെ തുടർച്ചയായിട്ട് ആരോപണം ഉന്നയിച്ച ആളുടെ രഹസ്യമൊഴി നിർണായകമായി മാറും എന്നുള്ളതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സിദ്ദിഖിൻ്റെ കേസിലെ ഗുരുതരമായ നടപടികൾ സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കും. അദ്ദേഹത്തിനെതിരായ ആരോപണം അറസ്റ്റിലേക്ക് വരെ നയിക്കപ്പെടാവുന്ന തരത്തിൽ
തരത്തിലുള്ള ആരോപണമാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതിൻ്റെ തുടർച്ചയാണ് നേരത്തെ പറഞ്ഞ മുകേഷ്, ജയസൂര്യ, മണിയം പിള്ള രാജു മുതലായ നിരവധി പേരുടെ ഏറ്റവും കൂടുതൽ VK പ്രകാശ് മുൻകൂർ ജാമ്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഇത്തരം നടപടികളിലേക്കൊക്കെ നയിച്ച നിർണായകമായ നീക്കം ഒരുപക്ഷെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള നീക്കമാണ്. മാത്രമല്ല, അന്വേഷണ സംഘം ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളോട് മറ്റ് നിയമ നടപടിയിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലുള്ള സമീപനം കൈക്കൊള്ളുന്നു. ഹേമ കമ്മിറ്റിയെ മാതൃകയാക്കിക്കൊണ്ട് അവരുള്ളയിടത്ത് പോയി അവരുടെ സൗകര്യത്തിൽ മൊഴിയെടുക്കുന്ന അസാധാരണമായ കാഴ്ചയും ഒരുപക്ഷെ അഭിമാനാർഹമായ സ്ത്രീപക്ഷ നിലപാട് പോലീസ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അത് അത്തരം ഒരു ഗംഭീര നീക്കത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ബാക്കി നടപടികൾ ഉണ്ടാകുന്നത്. അവിടെയാണ് മുകേഷിൻ്റെ രാജിയില്ലാതെ CPM മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രശ്നത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ചില ആളുകളുടെ തിരിച്ചറിവുകളെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഗൗരവതരമായ ആരോപണം ഉന്നയിച്ച നിരവധി വനിതാ സിനിമാ പ്രവർത്തകർ നമ്മുടെ മുമ്പിലേക്ക് വന്നു. അതിൽ ഒരാൾ ദുരനുഭവം പറയുന്ന കൂട്ടത്തിൽ ദിലീപിന് ഒപ്പം നിന്ന നീണ്ട കാലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ദിലീപ് നടിയെ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്ത കേസിൽ 8ാം പ്രതിയായ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ദിലീപേട്ടൻ പാവാട എന്നുള്ള പഴയ സിദ്ധാന്തം മുന്നോട്ട് വെച്ചിരുന്ന ഒരാളായിരുന്നു. അവർ ഈ കഴിഞ്ഞ ദിവസം ചാനലിൽ വന്നുകൊണ്ട് തനിക്ക് തെറ്റുപറ്റി എന്നും ഏറ്റുപറയുന്ന അസാധാരണമായ കാഴ്ച നമ്മൾ കണ്ടു. സ്വന്തം അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിൽ തിരുത്തപ്പെടുക എന്നുള്ള ഒരു തിയറി കൂടി യാഥാർത്ഥ്യമാവുന്ന കാഴ്ചയാണ്. 24 ന്യൂസിലാണ് ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ ചർച്ചയ്ക്കിടയിലാണ് ഹാഷ്മി ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും അവർക്ക് മാപ്പ് പറയാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള നിലപാടുകൾ ഒരു മനുഷ്യനെ എത്രത്തോളം സ്വന്തം അനുഭവത്തിലേക്ക് വരുമ്പോൾ തിരുത്തപ്പെടുന്ന നിലപാടുകളായി മാറും എന്നുള്ള സൂചന കൂടിയായിരുന്നു ആ ചർച്ച. ചുരുക്കത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങൾ ഇന്ത്യയാകെ ഉറ്റുനോക്കുകയാണ്. ഇന്ത്യൻ സിനിമാ ലോകമാകെ ഉറ്റുനോക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും വലിയ ക്രൂരമായ പീഡനങ്ങൾ നടക്കുന്ന സിനിമാ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ അധികാരത്തിൻ്റെ പ്രാതിനിധ്യവും സമ്പത്തിൻ്റെ ഇടപെടലും ഒക്കെ കാരണം ഒന്ന് മിണ്ടാൻ പോലും ആകാത്ത ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ മുതിർന്ന നടിമാർ വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ ഇവിടെ കേരളത്തിൽ അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ അടിച്ചുടക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഈ സാഹചര്യം, ഈ നാളുകൾ ഒരുപക്ഷെ ഒരു നടിയെ ഒരു നടൻ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യാൻ പറഞ്ഞയച്ച പ്രതികളിൽ നിന്ന് തുടങ്ങുന്നതാണ്. അവിടെ പ്രതിരോധിക്കാൻ തീരുമാനിച്ച ഒരു നടിയുടെ തീരുമാനത്തിൽ നിന്ന് ഉണ്ടായ ഉരുവപ്പെടലാണ് ഇന്ന് വരെയുള്ള ഈ ഡെവലപ്മെൻറ്റുകൾ. അതിനുശേഷം WCCയുടെ ഇടപെടലും അതിൻ്റെ തുടർച്ചയായി അവർ നിരന്തരമായി ഫൈറ്റ് ചെയ്തതിൻ്റെ ഫലവുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അത് വളരെ പോസിറ്റീവായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. AMMA എന്ന സംഘടന പിരിച്ചുവിട്ടോ അതിൽ ഉണ്ടാക്കിയ മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനൊക്കെ അപ്പുറത്ത് കുറേ സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാകുന്നു. അവർക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് തങ്ങൾക്കെതിരായ അനുഭവങ്ങൾ പോലീസിനോട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഗംഭീരമായ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഇനി സർക്കാർ ഇതിന്മേലെടുക്കുന്ന നടപടികൾ എങ്ങനെയായിരിക്കും, അതിലുള്ള ആത്മാർത്ഥത എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ സമൂഹം ഉറ്റുനോക്കുന്നുണ്ട്. അതുവരെ സർക്കാരും ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോവുക തന്നെ വേണം. അതിലേക്ക് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.